ബാലഗോപാൽ കൂടി ഡൽഹിയിൽ ചേരുന്നുണ്ട്. ബാലു, ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒരുപാട് ഇനി നമുക്ക് ലഭ്യമാകണം. ഇപ്പോൾ ഉള്ള അറിവ് പ്രകാരം ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ മേഖലകളിലാണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത്, അതിന്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട്, മറ്റ് പ്രതികരണങ്ങൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും വരുന്നത്, മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നത്, അങ്ങനെ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ബാലു. പ്രജീഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇസ്രായേലിലുണ്ടായിരുന്ന ഈ ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് നടന്ന ഈ പ്രിസിഷൻ സ്ട്രൈക്ക്, അതായത് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ജനങ്ങൾക്ക്, അതായത് മറ്റാർക്കെങ്കിലും തരത്തിൽ ഈ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വൻ മുൻകരുതലുകൾ തങ്ങൾ സ്വീകരിച്ചിരുന്നതായും ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുതിർന്ന ഹമാസ് നേതാവായ ഖാലിൽ അൽ ഹിയ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഖാലിൽ അൽ ഹിയ എന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലുമൊക്കെ വലിയ പങ്കാളിത്തമുള്ള ഒരു നേതാവാണ് ഈ ഖാലിൽ അൽ ഹിയ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് ആയിരുന്നു പ്രധാനമായും ലക്ഷ്യം വച്ചിരുന്നത്. അദ്ദേഹം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഖാലിൽ അൽ ഹിയ എന്ന വ്യക്തിയാണ് ഈ നേരത്തെ നടന്ന ഈ സമാധാന ചർച്ച, മധ്യസ്ഥ ചർച്ചകൾക്കുമൊക്കെ നേതൃത്വം, അല്ലെങ്കിൽ ഹമാസിനെ പ്രതികരിച്ചുകൊണ്ട് ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത്. അദ്ദേഹത്തിന് ഹമാസിൻ്റെ നേതൃത്വവുമായി വലിയ തോതിലുള്ള ബന്ധമുണ്ടായിരുന്നു. ദീർഘകാലമായി ഖത്തറിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഈ ഇസ്രയേലി മാധ്യമങ്ങളും മറ്റും ഇപ്പോൾ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. വലിയ തോതിലുള്ള നാശനഷ്ടം ഹമാസ് നേതൃത്വത്തിന് വരുത്തി എന്നാണ് ഈ ഇസ്രയേലി മാധ്യമങ്ങളും മറ്റും പറയുന്നത്. ഈ ആക്രമണത്തിന് മുമ്പായി തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇസ്രയേൽ ഇക്കാര്യത്തിൽ, അതായത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിൻ്റേത് ഒഴികെ മറ്റൊരു ഏജൻസികളുടെയും, അതായത് മറ്റൊരു ഏജൻസികളുടെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല. ഈ ആക്രമണം ഭീരുത്വം നിറഞ്ഞതാണ് എന്ന് മാത്രമുള്ള ഖത്തറിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നാശനഷ്ടം സംബന്ധിച്ച് ഇസ്രായേലി മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അതിൽ മുതിർന്ന ഈ ഹമാസുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ ചില നേതാക്കളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖാലിൽ ഖിയ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ മാത്രമാണ് അവർ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വ്യക്തത ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്, അങ്ങനെയല്ലേ ബാലു? അതായത് അതിലാണ് ഈ പറയുന്ന സീനിയർ ലീഡേഴ്സിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ ഈ സ്ഫോടന ശബ്ദം കേട്ടതായി പറയപ്പെടുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ തോതിലുള്ള പുകച്ചുരുളുകൾ ഉയരുന്നതായി പറയപ്പെടുന്നുണ്ട്. ദോഹയിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ ഒരു പദ്ധതി എന്ന് തന്നെ പറയാം. ഇതിൽ അമേരിക്കയുടെ റോൾ, കാരണം അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ, മിലിറ്ററി ക്യാമ്പുകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ നേരത്തെ അമേരിക്ക വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ആക്രമണം എന്ന നിലയിലേക്ക് സ്ഥിരീകരണങ്ങൾ വരികയാണോ ബാലു? തീർച്ചയായും പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള സൈനിക സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ ഖത്തറിലുണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിൽ തങ്ങൾ നടത്തുന്ന ആക്രമണത്തെ സംബന്ധിച്ച് മുൻകൂറായി അമേരിക്കൻ ഏജൻസികൾക്ക് തങ്ങൾ വിവരം നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അതായത് പ്രധാനമായും ഇസ്രയേൽ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ മധ്യേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ അല്പം ഈ സംഘർഷങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ സംഘർഷം വ്യാപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ അമേരിക്ക നടത്തിയിരുന്ന മധ്യസ്ഥ ഇടപെടലുകളുടെ ഏറ്റവും കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറായിരുന്നു. ഖത്തറിലെ നേതൃത്വം, അതുപോലെ തന്നെ ഇസ്രയേലികളും അതുപോലെ ഈ ഹമാസ് നേതാക്കളുമൊക്കെ നടത്തിയിരുന്ന ചർച്ചകളുടെ ഏറ്റവും വലിയൊരു പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ
കേന്ദ്രമെന്ന് പറയാവുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു ഈ ഖത്തർ എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖത്തറിൽ ഈ ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമെന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊക്കെ ഇത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ട്വീറ്റിൽ പോലും അവർ ഖത്തറിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നില്ല, മറിച്ച് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കളെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രിസൈസ് ആയുള്ള ആക്രമണം തങ്ങൾ നടത്തിയെന്നൊരു അവകാശവാദം മാത്രമാണ് അവർ നടത്തിയിരിക്കുന്നത്. അത് ഏത് പ്രദേശത്താണ് ഈ ആക്രമണം നടന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു കാര്യം പോലും ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പക്ഷേ